ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഒരു വെജ് സ്റ്റഫ്ഡ് പറാത്തയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഇതിന് ഞാനിവിടെ സൈഡ് ഡിഷായിട്ട് എടുത്തിരിക്കുന്നത് റൈത്തയാണ്, കുക്കുംബർ ഓനിയൻ റൈത്തയാണ്. ഇനി പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. അത് ഒരു കപ്പ് പൊറ്ററ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കപ്പ് കോളിഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ക്യാരറ്റാണ്. ഞാനൊരു അരക്കപ്പോളാണ് എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഗ്രീൻ പീസും കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബീൻസൊക്കെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ആവിക്ക് വെച്ചിട്ടാണ് സ്റ്റീം ചെയ്ത് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മൈക്രോവേവ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇത് വെന്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വേവുന്നിടം വരെ നമ്മളിത് വയ്ക്കണം. നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മളിത് എടുത്ത് മാറ്റാവൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനുള്ള ഡോ ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആട്ട 3 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഓയിലാണ്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ചേർത്ത് കുഴയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓയിലും ഉപ്പും കൂടി ചേർത്ത് ആട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് 3 കപ്പ് ആട്ട എടുത്തതിന് 1.5 കപ്പ് ചൂടുവെള്ളം. നമ്മൾ എത്രയാണോ മാവ് എടുക്കുന്നത് അതിൻ്റെ ജസ്റ്റ് ഹാഫ് എടുത്താൽ മതി. ഏത് കപ്പിനാണോ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ നമ്മൾ പകുതി അളന്നെടുക്കുക വെള്ളം. അത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ചേർക്കുന്നത്. ഒരുമിച്ച് വെള്ളം മുഴുവനും കൂടി ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കൈകൊണ്ട് നമുക്ക് കുഴയ്ക്കാവുന്ന പരുവം ആകുമ്പോൾ മാത്രം നമ്മൾ കൈകൊണ്ടെടുത്ത് ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി മാവ് നമുക്ക് കിട്ടും. എല്ലാവരും തണുത്ത വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് കുഴയ്ക്കാറുള്ളത്. ഞാൻ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഡോ കിട്ടി. അപ്പോൾ നമ്മുടെ ഡോ സോഫ്റ്റായി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഡോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. നമ്മുടെ ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാനുള്ള മിക്സ് ശരിയാകുമ്പോഴത്തേനും ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ തടവി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് സ്റ്റഫ് ചെയ്യാനുള്ള വെജിറ്റബിൾ മിക്സ് റെഡിയാക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം. നമുക്കിനി നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇപ്പം തരിയില്ലാതെ തന്നെ ഉടയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് പരത്തുമ്പോൾ തരിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് നന്നായിട്ട് വരില്ല. അതുകൊണ്ട് നല്ല മാക്സിമം നമുക്ക് ഉടയ്ക്കാവുന്ന അതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരുവിധം നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകളും ഒക്കെ ചേർത്ത് എടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ക്യുമിൻ പൗഡറും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ കായം കുറച്ച് ചേർക്കണം. ഞാനിവിടെ കുറച്ച് ചാറ്റ് മസാല കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് അവോയ്ഡ് ചെയ്യാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. അതുപോലെ എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ മുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. പൊടികളൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ചെറിയ ബോൾസാക്കി മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത മിക്സ് ചെറിയ ബോൾസായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ
അത് പരത്തിയിട്ട് അന്നേരം കുറച്ച് പിങ്സ് എടുത്ത് വെച്ചാലും മതി. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് ചെറിയ ബോൾസാക്കി മാറ്റണം. ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് ബോൾസാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് പരത്തി ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുക. അത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പൊടി തൂവിയതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലക വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ അകത്ത് ആ സ്റ്റഫ് വയ്ക്കാനുള്ള പരുവത്തിന് മാത്രം നമ്മൾ ഇപ്പോൾ പരത്തിയാൽ മതി. ഇനി അതിനുള്ളിലേക്ക് നമുക്ക് ഒരു ബോൾ എടുത്ത് വെക്കുക. സൈഡെല്ലാം ജോയിൻ ചെയ്ത് അത് വീണ്ടും ഉരുട്ടിയെടുക്കണം. എക്സസ് ആയിട്ട് വരുന്ന പോർഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം, അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം നല്ല കട്ടിയായിട്ട് വരും. ഇനി ഇത് മിക്സ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ പതുക്കെ സൂക്ഷിച്ച് തന്നെ പരത്തുക. കാരണം ഇത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. പൊട്ടി വന്നാലും കുഴപ്പമില്ല, പതിയെ നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് പറാത്ത നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഒരെണ്ണം കൂടി ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് സ്റ്റഫായിട്ട് ഇത് വെജിറ്റബിൾസ് വെച്ച് കഴിയുമ്പോൾ തിൻ ലെയറായിട്ട് രണ്ട് സൈഡിലും വരും. ആദ്യമേ പരത്തുമ്പോൾ കൂടുതൽ പരത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് ആ വെജിറ്റബിൾ മിക്സ് അകത്ത് വയ്ക്കാൻ പാകത്തിന് മാത്രം ഒന്ന് വന്നാൽ മാത്രം മതി. അതിനുശേഷം മിക്സ് വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് പറാത്ത നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിലിന് പകരം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ സ്റ്റഫ്ഡ് പറാത്ത ഇട്ട് കൊടുക്കാം. തീ ഒത്തിരി കൂട്ടി വെക്കരുത്, നമ്മളൊരു മീഡിയം ഹീറ്റിൽ മാത്രം വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ പുറമേ നമുക്ക് ഓയിൽ പരട്ടി കൊടുക്കണം. ഗീ ഇഷ്ടമുള്ളവർക്ക് ഗീ ഇട്ട് കൊടുക്കാം. ഇത് ഒരു സൈഡ് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ട് സൈഡും മാറി മാറി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. രണ്ട് സൈഡിലും ഓയിൽ പരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പറാത്ത റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെറോത്തയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അവർക്കാവുമ്പോൾ അധികം എരിവില്ലാതെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒനിയൻ കുക്കുംബർ റൈത്തയാണ് സൈഡ് ഡിഷായിട്ട് വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.